നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല പുത്തൻചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരഞ്ജന ബേക്കറിയാണ്. അവർ നൽകുന്ന അടിപൊളി സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് വെട്ടൂർ അമ്മന്നടയിലാണ്. ഇന്നിവിടെ സമൂഹ പൊങ്കാല നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചക്കൂട നടന്നു, തുടർന്ന് ആറാട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സമൂഹ പൊങ്കാലയിട്ടിട്ട് നിൽക്കുകയാണ്. വർഷത്തിലെ ഓണം അല്ലേ? ഇനി നിവേദിച്ചതിന് ശേഷം പൊങ്കാല പൂർണ്ണമാകത്തുള്ളൂ. പ്രസാദ വിതരണമുണ്ട്. ശക്തി ചെറുതൊന്നുമല്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല രക്ഷിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിരഞ്ജന ബേക്കറി നൽകുന്ന ഒരു സമ്മാനവുമായിട്ടാണ്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക, പൊങ്കാലയിൽ അർപ്പിക്കുന്നവർക്ക് സമ്മാനം നൽകുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ നമ്മൾ അവിടെ പോയാണ് സാധനം മേടിക്കുന്നത്. നിരഞ്ജന ബേക്കറിയുടെ സ്ഥിരം കസ്റ്റമേഴ്സിനോടാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. പോയി ഐസ്ക്രീം കുടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേര് സ്ഥിരം ആൾ ചോറും. അപ്പോൾ നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പഞ്ചായത്ത് അറിഞ്ഞൂടാ, പൊന്മുടി അറിയാം. നമുക്ക് അവിടത്തെ ഒന്നും അത്ര പോരാ, നമ്മൾ അങ്ങനെ അങ്ങ് പോയി ശീലമില്ല. പൊന്മുടി എനിക്ക് അറിഞ്ഞൂടാ. പൊന്മുടി ഊട്ടിയല്ലേ? ഊട്ടിയല്ലേ? പൊന്മുടി തിരുവനന്തപുരം. ഊട്ടി പൊന്മുടിയോ? പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് അറിയത്തില്ല. തിരുവനന്തപുരം അറിയാവൂ. പൊന്മുടി പൊങ്കാല നിവേദിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാകും. മറ്റാരെങ്കിലും പറയും നോക്കാം. നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നിരഞ്ജന ബേക്കറി പോയിട്ടുണ്ട്. മേടിച്ചിട്ടുണ്ട്. എല്ലാം മേടിച്ചിട്ടുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചെറിയ ചോദ്യത്തിന് വലിയൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദിക്കട്ടെ? ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. പുത്തൻചന്ത കേന്ദ്രമായി പോയിട്ടുണ്ടോ? നിരഞ്ജന ബേക്കറിയിൽ അവിടെ പോയി ബർത്ത്ഡേ കേക്കുകൾ, ലൈവ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? അത് തിരുവനന്തപുരം താലൂക്ക് എന്നറിയത്തില്ല. അറിയത്തില്ല. പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? അറിയില്ല. പൊന്മുടി സുഖവാസ കേന്ദ്രം ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? വർക്കല പുത്തൻചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനമാണ്. നിങ്ങളിപ്പോൾ ഈ അമ്മന്നടയിൽ സമൂഹ പൊങ്കാലയ്ക്ക് എത്തിയ ഭക്തർക്ക് കഞ്ഞി വിളമ്പിയിട്ട് നിൽക്കുകയാണ് അല്ലേ? ഇപ്പോൾ പൊങ്കാല നിവേദിക്കാനുള്ള സമയമായി. നിരഞ്ജന ബേക്കറി പോയിട്ടുണ്ട്. അവരുടെ ഷവർമയും ഷവായും എല്ലാം എതിരില്ലാത്ത ഒരു സംഗതി അല്ലേ? ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? അറിയത്തില്ല. മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഈ പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിലാണ്? നെടുമങ്ങാട് പഞ്ചായത്ത്. നിരഞ്ജന ബേക്കറിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പൊന്മുടി സുഖവാസ കേന്ദ്രം ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിദൂര ഗ്രാമപഞ്ചായത്ത്. എല്ലാ പ്രതീക്ഷകളും എന്റെ സംശയമാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. വിതുരയല്ല, മറ്റൊരു പഞ്ചായത്താണ്. മറ്റാരെങ്കിലും പറയുമോ നോക്കാം.
നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. നിരഞ്ജന ബേക്കറി പോയിട്ടുണ്ട്. ഓട്ടങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഓട്ടങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. നിരഞ്ജന ബേക്കറിന് ഇനി പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലേ? നല്ല വിശ്വാസവും ഗുണമേന്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു സ്ഥാപനമാണ് നിരഞ്ജന. അവരുടെ അടുത്ത ഷോപ്പ് ഇപ്പോൾ വർക്കല ടെമ്പിൾ റോഡിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, മൈതാനത്ത് തന്നെ. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഏത് ഗ്രാമപഞ്ചായത്തിലാണ് പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ബുദ്ധിമുട്ടാണ്. നിരഞ്ജന ബേക്കറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക. അതിനു മുമ്പ് നിരഞ്ജന പോയിട്ടൊക്കെ ഉണ്ട്. സാധനം മേടിച്ചിട്ടും ഉണ്ട്. ആവശ്യം പോലെ പോയിട്ടുണ്ട്. ഈ വർക്കല വെട്ടൂര് ഈ ഭാഗത്തുള്ളവർക്ക്, ഇടവയൊക്കെ ഉള്ളവർക്കൊക്കെ, തിരുനീര് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ നിരഞ്ജന തന്നെ ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരഞ്ജന തന്നെ. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പൊന്മുടി സുഖവാസ കേന്ദ്രം ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓ അതാ ഇവിടെ തിരുവനന്തപുരം പറയാതെ അവിടെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. അമ്മയ്ക്ക് വല്ല പിടുത്തമുണ്ടോ? എനിക്കറിഞ്ഞൂടാ എൻ്റെ പൊന്നു. അമ്മ വലിയൊരു പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങളെ. അപ്പോൾ പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പൊ മനസ്സിലായോ? പെരിങ്ങമല. അപ്പോൾ പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് ഇതിനു മുന്നേ ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാലോട് ഗ്രാമപഞ്ചായത്തായിരുന്നു. പിന്നീട് പാലോട് ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് പെരിങ്ങമല നന്ദിയോട് ഗ്രാമപഞ്ചായത്തായി. നമ്മൾ വിതുര പഞ്ചായത്തിലൂടെയാണ്, കല്ലാറക്കെ വിതുര പഞ്ചായത്താണ്, പക്ഷേ പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.